ഹായ് ഡിയേഴ്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വാഴയിലയിൽ പൊള്ളിച്ചതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുഴുങ്ങിയ മുട്ട 2 തൊലി കളഞ്ഞെടുത്തത്, ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, അല്പം കറിവേപ്പില. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് സവാള 3-4 കഷ്ണങ്ങളാക്കിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരപ്പിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അല്പം പെരിഞ്ജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട നന്നായി ഒന്ന് വരഞ്ഞെടുക്കാം. ഇതിനി അരപ്പിൻ്റെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വാഴയില എടുത്ത് അതിലാണ് അരപ്പും മുട്ടയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തത്. ഇനി ഈ വാഴയില നമുക്ക് വേറൊരു വാട്ടിയ വാഴയിലേക്ക് എടുത്തു വെച്ച് എല്ലാ വശവും മടക്കി ഒരു ചെറിയ നാരുകൊണ്ട് കെട്ടിയെടുക്കാം. ഇനിയൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഇലപ്പൊതി ഇതിലേക്ക് വെച്ച് മൂടി വെച്ച് വേവിക്കാം. അല്പം നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വശം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇലപ്പൊതി ഒന്ന് അഴിച്ചു നോക്കാം. നമ്മുടെ രുചികരമായ മുട്ട ഇലയിൽ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.